നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നസീം അൽ റബീഖ് ഗൾഫ് സ്കെച്ചിലേക്ക് ഹാർദവമായ സ്വാഗതം. മലയാളികൾ ഭാഗ്യം തേടി കടലിനക്കരെ ചേക്കേറാൻ തുടങ്ങിയിട്ട് ദശകങ്ങളായി. എണ്ണ വിളയുന്ന മണ്ണിൽ അവരുടെ സ്വപ്നങ്ങളും നൂറുമേനി വിളഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക രംഗങ്ങളിൽ വന്ന പുരോഗതികളിലും പ്രവാസി മലയാളികളുടെ പങ്ക് വളരെ വലുതാണ്. ഖത്തറിലെ മലയാളി കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാമിലി ബീറ്റ്സ്, ഖത്തറിൽ ബിസിനസ് രംഗത്ത് വെന്നിക്കൊടി പാറിച്ച ബിസിനസ്സുകാർ അവരുടെ വിജയഗാഥകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ബിസ് ട്രാക്ക്, അതുപോലെ തന്നെ പ്രവാസി മലയാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഹെൽത്ത് സ്കാൻ, ഇതെല്ലാമാണ് ഗൾഫ് സ്കെച്ചിൽ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സെഗ്മെൻറ്റ്സ്. കൂടാതെ ഓരോ എപ്പിസോഡിൻ്റെയും അവസാന ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ടെക്നോക്വിസിൽ വിജയികളാകുന്ന ഓരോ പ്രേക്ഷകനും ഖത്തറിലെ ആർഗൻ ഗ്ലോബൽ ടെക്നോളജി സമ്മാനമായി നൽകുന്ന മൊബൈൽ ഫോൺ കരസ്ഥമാക്കാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഖത്തറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ സ്പീടെക് ഇന്റർനാഷണലിൻ്റെ സബ്സിഡറി കമ്പനിയായ റെഡ് കാർപ്പറ്റ് ഇവന്റ് മാനേജ്മെൻറ്റും 2004 മുതൽ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ ഗൾഫ് മലയാളി.com ചേർന്നാണ് ഗൾഫ് സ്കെച്ച് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഗൾഫ് സ്കെച്ചിൻ്റെ മെയിൻ സ്പോൺസർ ഖത്തറിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പായ നസീം അൽ റബീഖ് മെഡിക്കൽ സെൻ്ററാണ്. നസീം അൽ റബീഖ് ഗൾഫ് സ്കെച്ചിൻ്റെ ആദ്യ സെഗ്മെൻ്റായ ഫാമിലി ബീറ്റ്സിലേക്ക് ഞാൻ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 3rd ഫ്ലോറിലുള്ള ഫുട്വെയർ സെക്ഷനിലാണ്. ഇവിടെ ഒരുപാട് ഫോർമൽ ഷൂസ് ഉണ്ട്, കാഷ്വൽ ഷൂസ് ഉണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഒരു ഫാമിലിയെ കാണുന്നുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ ചേട്ടാ, നസീം അൽ റബീഖ് ഗൾഫ് സ്കെച്ച് ഫാമിലി ബീറ്റ്സിലേക്ക് ചേട്ടനെയും കുടുംബത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്ന് പരിചയപ്പെടാം ചേട്ടാ. എൻ്റെ പേര് ബിജുരാജ്, കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സ്വദേശിയാണ്. കോട്ടയത്ത് നിന്നാണ് അല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? അശ്വതി. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? ഹമദ്. അതാ അമ്മ, ചേച്ചിയുടെ അമ്മ. ആൻറ്റി പേര് പറഞ്ഞു, പേര് പറഞ്ഞോളൂ. സതി. ചേച്ചിയുടെ മോനാണ്. ഓക്കെ, പേര് പറയൂ. പേര് പറയൂ. ഹായ്, പേര് പറയൂ. എന്താ പേര് മോൻ്റെ? അനന്തകൃഷ്ണൻ. ചേട്ടൻ എവിടെയാണ് ചേട്ടാ വർക്ക് ചെയ്യുന്നത്? ഒരുപാട് നാളായോ ഖത്തറിൽ? 2 വർഷം. ചേച്ചിയും ഒരുമിച്ചാണോ? ഞാൻ ആദ്യം വന്നു, 6 വർഷം. ഓക്കെ, ചേച്ചിയാണ് ഇപ്പോൾ ഇവിടെ ആദ്യം വന്നത് അല്ലേ? അവിടുത്തെ ചേട്ടൻ എങ്ങനെയുണ്ട്? അബുദാബിയാണോ ഖത്തറാണോ കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത്? രണ്ടും സെയിം. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസിങ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഇവിടുത്തെ എന്താണ്? ബൈസൈക്കിൾ വാങ്ങണം, അതിനു വേണ്ടി ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ചേട്ടാ വില? പ്രൈസ് പൊതുവെ കുറവാണ്. ഓക്കെ ചേട്ടാ, അപ്പം ഞങ്ങളൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ഓക്കെ ചേട്ടാ, എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക്. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക്. റോങ്. ചേച്ചി ഉദ്ദേശിച്ചത് തെറ്റാണോ? മലയാളത്തിലെ ചേച്ചി കറക്റ്റ് ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ് ചേച്ചി, ചേച്ചിക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അപ്പം നമ്മുടെ ബിജു ചേട്ടനും അശ്വതി ചേച്ചിയും ശരി ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിയിരിക്കുകയാണ്. ബിജു ചേട്ടനും അശ്വതി ചേച്ചിക്കും മോനും ആൻറ്റിക്കും ഒക്കെ സമ്മാനം നൽകാനായി ഞാൻ മിസ്റ്റർ ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷാജി, കൺഗ്രാജുലേഷൻസ് ചേട്ടാ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഖ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഖ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 3rd ഫ്ലോറിലുള്ള ജെൻ സെക്ഷൻ്റെ ടൈലറിംഗ് വിഭാഗത്തിലാണ്. എനിക്ക് ഇവിടെ നിന്നൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവരൊന്ന് പരിചയപ്പെടാൻ പോവാണ്. ഹായ് ചേട്ടാ. ഹായ്, വെൽക്കം ടു നസീം അൽ റബീഖ് ഗൾഫ് സ്കെച്ച് ഫാമിലി ബീറ്റ്സ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് പരിചയപ്പെടാം. പേര് പറയൂ. എൻ്റെ പേര് ജിജോ. നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ കൊട്ടാരക്കര. ചേട്ടൻ്റെ പേര് ലിയോ. നാട് കൊട്ടാരക്കര. ഫ്രണ്ടാണോ? ഫ്രണ്ടാണ്. ചേച്ചിയുടെ പേര്? ആൻസി. ഓക്കെ, കൊട്ടാരക്കര. ചേട്ടൻ്റെ വൈഫായിരിക്കും. എങ്ങനെയുണ്ട് ഖത്തറിലെ ജീവിതമൊക്കെ? അടിപൊളി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ G4 എന്ന് പറയുന്ന കമ്പനിയിലാണ്. റെഡ് ലേബിൾ. ഓക്കെ, ഒത്തിരി വർഷമായോ ഇവിടെ രണ്ടുപേരും? 5 വർഷം. ചേച്ചി വർക്ക് ചെയ്യുന്നത് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. എനിക്ക് തോന്നി കണ്ടപ്പോഴേ ഒരു നേഴ്സിന്റെ ലുക്ക് ഉണ്ട്. ചേച്ചി ഇവിടെ വന്നിട്ട് ഒത്തിരി കാലമായോ?
1.5 വർഷമായി വന്നിട്ട്. അപ്പൊ ഇവിടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ പറ്റി ചേച്ചിക്ക് എന്താ അഭിപ്രായം? മറ്റുള്ള സ്ഥാപനങ്ങൾ വിലക്കുറവുണ്ട്. ഓക്കെ, അതാണല്ലോ പെണ്ണുങ്ങൾ പൊതുവെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് റീസണബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റേറ്റിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഞാനൊരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റും കൊണ്ട് വീട്ടിൽ പോണ്ടേ? ഒന്ന് ട്രൈ ചെയ്ത്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളിപ്പോൾ ക്ഷണിക്കുന്നില്ലേ ചേച്ചി? പൊതുവെ പെണ്ണുങ്ങളാണ് ഈ സെക്ഷൻ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാലും ഒരു 80% ആണെങ്കിലും ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാറുണ്ട്. എന്തായാലും നിങ്ങൾ 3 പേരും ആലോചിച്ചൊരു ഉത്തരം പറയൂ. ഓക്കെ, അടുക്കളയിൽ കയറുമ്പോൾ ആദ്യം വെക്കുന്നത് എന്ത്? കുസൃതി ചോദ്യമാണ്. കറക്റ്റ് ഉത്തരമായിട്ടല്ല അത് വരേണ്ടത്. അടുക്കളയിൽ അപ്പോ ചേച്ചിയുടെയും ചേട്ടന്റെയും ഹൗസ് വാമിങ്ങിന് സ്പെഷ്യലി ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വക. ചേട്ടനും ചേച്ചിക്കും പിന്നെ ചേട്ടന്റെ ഫ്രണ്ടിനും ഗിഫ്റ്റ് നൽകാനായി ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ജനറൽ മാനേജർ സി ദാവൂദിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. ചേട്ടാ കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. Speedtech Group of Company is a multinational company. We are in Dubai, Saudi Arabia, Qatar and Bahrain, India also. ഓക്കെ, നമുക്കൊരു ഫാമിലിയെ പരിചയപ്പെടാം. ചേട്ടാ, ഗൾഫ് സ്കെച്ചിൻ്റെ ഫാമിലി ബീച്ചിലേക്ക് ചേട്ടനെയും കുടുംബത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചേട്ടാ, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? ഗിരീഷ്. ചേട്ടാ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹബ്തൂർ ലേറ്റൻ ഗ്രൂപ്പ്. ഓക്കെ ഓക്കെ. വൈഫ്? ലസിത. മോളാണ് അല്ലേ? മോളുടെ പേരെന്താ? മയൂഖ. സൂര്യ. നമ്മളിവിടെ ഗൾഫ് സ്കെച്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫാമിലി ബീച്ച് റൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? വീടിനടുത്താണ്, പിന്നെ കൂടുതൽ നല്ല വെജിറ്റബിൾസ് എല്ലാം കിട്ടും. എല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് തന്നെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, പ്രൈസും കുറവാണ്, വിലക്കുറവാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിലക്കുറവാണ്. വിലക്കുറവാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് കാണുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് എല്ലാം? കുഴപ്പമില്ല, സെലക്ഷൻ ഉണ്ട്, എടുക്കാറുണ്ട്. വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. ഓക്കെ, കിഡ്സ് വെയറിലേക്ക് പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കിഡ്സ് വെയർ? ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ എടുക്കാറുണ്ട്. സൂര്യ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും സംസാരിക്കുന്നത്? ഖത്തറിൽ എത്ര ദിവസമായി അല്ലെങ്കിൽ എത്ര മാസമായി? അപ്പോൾ ഹാർട്ടി വെൽക്കം ടു ഖത്തർ. ഓക്കെ, ഖത്തർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടു. ചൂടൊക്കെ എങ്ങനെയുണ്ട്? സഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഹസ്ബൻഡ് സേഫ്റ്റി ഓഫീസറാണ്. ഞാനൊരു ചെറിയ കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് ശരി ഉത്തരം പറയുവാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്, സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഐറ്റം എന്താണ്? വാട്ട് ഈസ് ദറ്റ് ഐറ്റം വിച്ച് യു cannot have as a breakfast? സൂപ്പർ ഫാസ്റ്റ്. അയ്യോ, തെറ്റിപ്പോയല്ലോ. ഒന്നും കിട്ടുന്നില്ലേ? ചേട്ടനൊന്നും ഓക്കെ, ഞാൻ എന്തായാലും വേറെ ഫാമിലിയോട് ചോദിച്ചു വാങ്ങാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. ബൈ. നമുക്ക് ഈ ഫാമിലിയെ പരിചയപ്പെടാം. ചേട്ടാ, ചേച്ചി, ഗൾഫ് സ്കെച്ചിൻ്റെ ഫാമിലി ബീറ്റിലേക്ക് സ്വാഗതം. നമുക്ക് പരിചയപ്പെടാം. ഇവിടെ വർക്ക് ചെയ്യുകയാണല്ലേ? സ്റ്റെഫി. ഞാൻ സ്റ്റാഫാണ് വിമൻസ് ഹോസ്പിറ്റൽ ഇവിടെ ഹമ്മദിൽ. ഇവിടെ തന്നെ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണോ നിങ്ങൾ സ്ഥിരമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വരാറുള്ളത്? വേറെ ഒരുപാട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, പോകാറുണ്ടോ? അതോ സ്ഥിരമായിട്ട് പക്ഷേ മെയിൻലി പർച്ചേസ് ചെയ്യുന്നത് ഇവിടെയാണ്? എന്താണ് ഇവിടുത്തെ പോസിറ്റീവ് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് പറയാനുള്ളതായിട്ട് എന്താണ് നിങ്ങൾ കാണുന്നത് ഇവിടെ? എസ്പെഷ്യലി കസ്റ്റമർ സർവീസ്. ഈവൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാൻ
കിട്ടാറുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് 24 hours സർവീസ് അല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതൊരു നല്ലൊരു ഗുണമാണ് 24 hours. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഉത്തരം, അധികം ബുദ്ധിപരമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല. വാട്ട് യു ക്യാൻ നെവർ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം എന്താണ്? ഓപ്ഷൻസ് ഇല്ല ചേട്ടാ, വേണമെങ്കിൽ ഞാൻ ക്ലൂ ആയിട്ട് തരാം. ലഞ്ച് ഡിന്നർ. വൗ, ഗ്രേറ്റ്, കറക്റ്റ് ഉത്തരമാണ്. ചേച്ചിയുടെ പേരൊന്നും കൂടി പറയാം. സ്റ്റെഫി ചേച്ചി വളരെ ബുദ്ധിമതിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ചേച്ചിയുടെ ബുദ്ധിയുടെ മെയിൻ കാരണം എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ സ്റ്റെഫി ചേച്ചിക്ക് ഗിഫ്റ്റ് നൽകാനായി ഞാൻ ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ജനറൽ സൂപ്പർവൈസറായ മിസ്റ്റർ ഷെരീഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ ഷെരീഫ്, പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ് സ്റ്റെഫി ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ഹാവ് എ നൈസ് ഈവനിങ്. താങ്ക് യു. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. ഗൾഫ് സ്കെച്ചിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന PT ഉഷയാണ് ഇന്നത്തെ നമ്മുടെ ഗൾഫ് സ്കെച്ചിലെ അതിഥി. ഇന്ത്യൻ അത്ലറ്റിക്സ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധേയമാക്കിയ ഒരു താരമാണ് ഉഷ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോഴത്തെ ഈ ഇന്ത്യൻ കായിക രംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ മൊത്തം സ്പോർട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പത്തേക്കാളേറെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാം. ഞങ്ങൾ ചെയ്യുന്ന കാലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗകര്യങ്ങൾ ഏറെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പെർഫോമൻസിൽ ഇപ്പോഴും നമ്മൾ ബാക്ക് തന്നെയാണ്. ചേച്ചിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് സ്വന്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? എനിക്ക് കാര്യപ്പെട്ട സൗകര്യങ്ങളില്ലാതെ എനിക്ക് മെഡലിൻ്റെ അടുത്ത് എത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള അത്ലറ്റ്സുകളുണ്ട്. പക്ഷെ അവരെ കണ്ടെത്തി അവർക്ക് എനിക്ക് കിട്ടാതെ പോയ സൗകര്യങ്ങൾ കൊടുത്ത് അവരെ വളർത്തി വലുതാക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ മെഡൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടിയെടുക്കാമെന്ന് 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ 2002 ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സ്പോർട്സ് കൗൺസിലുകളുടെ എത്രയോ വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള സ്പോർട്സ് സ്കൂളുകളുള്ളപ്പം വളരെ കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് ഈ ഇന്ത്യയിലെ ടോപ്പ് റിസൾട്ടിൽ നമുക്ക് ടോപ്പ് ആവാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സക്സസ്. പിന്നെ ജനറലായിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു ഇതെന്താണ് പറഞ്ഞാൽ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠിത്തമൊക്കെ വളരെ മോശമായി പോകും. അതുകൊണ്ട് അതിനുവേണ്ടി സമയം നമ്മൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് അവർ ഏൺ ചെയ്യുന്നുണ്ട്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിക്കൊന്നും സ്പോർട്സ് ചെയ്യാൻ പറ്റില്ല. യൂത്തിൽ റിലേയിൽ ഗോൾഡ് വിൻ ചെയ്ത ശില്പ സെമി ഫൈനൽസിൽ 100 ഓടിയിട്ടുണ്ട്. അവൾ 93% മാർക്കാണ് SSLC സ്കോർ ചെയ്തത്. ഇപ്പോൾ ടിൻഡു ഇപ്പോൾ വേൾഡിൽ 5th വന്ന്, വേൾഡ് കപ്പിൽ 5th വന്ന്, ഇപ്പോൾ ഒളിമ്പിക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ആ കുട്ടി 86% മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത് SSLCക്ക്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പാസ്സായി പോകുന്ന ആൾക്കാരൊക്കെ തന്നെ 85-ന് മുകളിൽ SSLCയിൽ മാർക്ക് സ്കോർ ചെയ്ത് പോകുന്ന പിള്ളേരാണ്. ചേച്ചിയുടെ സ്കൂൾ തുടങ്ങിയപ്പോൾ എന്തൊക്കെ എയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഒളിമ്പിക്സിൽ മെഡൽ നേടണം, ഒപ്പം ഒരു നല്ലൊരു സ്പോർട്സ് മീൻസ് ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെ ആക്കിക്കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട്. എല്ലാ സ്പോർട്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള. അപ്പോൾ ഇതൊക്കെ സ്കൂളിൻ്റെ ലക്ഷ്യമാണ്. ഇനി വരും കാലങ്ങളിൽ പെർഫോമൻസ് ഇതുപോലെ പോവുകയാണെങ്കിൽ ഇതൊക്കെ സാധിച്ചെടുക്കാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചേച്ചിയുടെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ചേച്ചിയുടെ ഇനി മുന്നോട്ടുള്ള എല്ലാ പദ്ധതികളും നടക്കാൻ വേണ്ടി ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വീടൊരു കൊട്ടാരമാക്കാൻ, കുഞ്ഞിക്കുറുമ്പിന് മാറ്റുകൂട്ടാൻ, അഴകോടെ മിന്നിത്തിളങ്ങാൻ, രുചിയുടെ പുതുലോകം തീർക്കാൻ മനസ്സാഗ്രഹിക്കുന്നതെന്തും ഒരു കുടക്കീഴിൽ. 61 രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ, ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ. റെസ്റ്റോറന്റ്, ട്രാവൽ ഏജൻസി സൗകര്യങ്ങൾ, പുരുഷന്മാർക്കായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, യാത്ര എളുപ്പമാക്കാൻ ട്രോളി ബാഗുകളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് മൊബൈൽ ഉൽപ്പന്ന ശ്രേണി,
പാദങ്ങൾക്ക് അഴകേകാൻ വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ 24 മണിക്കൂറും പ്രവർത്തന സജ്ജം. പ്രഗത്ഭരായ മാനേജ്മെന്റിന്റെ മേൽനോട്ടം. ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ്. ആസ്വദിക്കൂ മറക്കാനാവാത്ത ഷോപ്പിംഗ് അനുഭവം. ഇനി നിങ്ങൾ പറയും, ഇതാണ് ശരിക്കും ഷോപ്പിംഗ്. NKM Group, Doha, Qatar. Our branches: Qatar Shopping Complex, TV Roundabout, Markia; Saudia Hypermarket, New Rayan; Dubai Center, Salwa Road; Qatar Shopping Complex, Maider; Qatar Big Mart, Maider; Al Majlis Bakery, Rayan. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിസ് ട്രാക്കിലേക്ക് സ്വാഗതം. ഖത്തറിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും യുവ വ്യവസായിയുമായ ശ്രീ അഹമ്മദ് തൂനേരിയാണ് ബിസ് ട്രാക്കിലൂടെ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ശ്രീ അഹമ്മദ് തൂനേരിയെയും കുടുംബത്തെയും ബിസ് ട്രാക്കിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ, നമസ്കാരം. ഖത്തറിൽ എത്തിയിട്ട് ഏകദേശം എത്ര വർഷമായി കാണും ഇപ്പോൾ? ഞാനിപ്പോൾ ഖത്തറിൽ വന്നിട്ട് 23 വർഷമായി. സർ, താങ്കൾ കൂടുതലായി ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കൂടുതലായി ഖത്തറിൽ ചെറിയൊരു ബിസിനസ് രംഗത്ത് ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഖത്തറിൽ നാട്ടിലൊക്കെ ആയിട്ട് ചെറിയൊരു ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ ബിസിനസ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഒക്കെ ഒരു ബിസിനസ്സാണ്. അതിങ്ങനെ കേരളത്തിലുണ്ട്. ഇപ്പം ഇതിൻ്റെ ബ്രാഞ്ച് ദുബൈയിൽ ഇങ്ങനെയൊക്കെ ചെറിയ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർ, താങ്കളിപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ആ പ്രോജക്റ്റിനെ കുറിച്ചും കൂടെ ഞങ്ങൾ പ്രേക്ഷകർ കൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ആ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് കോളികൾക്കം സൃഷ്ടിച്ച എൻഡോസൾഫാൻ അതിനെക്കുറിച്ച് എഴുതിയ ഒരു കഥ എഴുതി വെച്ച സമയത്ത് ഒരു ഡയറക്ടറുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഈ കഥ കൈമാറുകയും അദ്ദേഹത്തിന് വളരെയേറെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. അതും ഈ ജീവകാരുണ്യ പ്രവർത്തനം പോലെയാണ്. നമ്മളറിയാതെ എൻഡോസൾഫാനെക്കുറിച്ച് ഒരുപാട് പാവം കുഞ്ഞുമക്കൾ നമ്മുടെ പത്രത്തിലും ടി വിയിലൊക്കെ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അടിപൊളി സിനിമയോ അല്ലെങ്കിൽ ഇത് നായക പ്രാധാന്യമുള്ള സിനിമ എന്നല്ല, ഒരു നല്ല കഥാപാത്രം, ജനങ്ങളിലേക്കൊരു മെസ്സേജ്. എൻഡോസൾഫാൻ എന്തുകൊണ്ട് വന്നു, എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവർ ആരൊക്കെയാണ്, ഒരുപാട് പാവങ്ങൾ, അത് നമ്മുടെ കണ്ണ് നിറയിച്ച ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു ടി വിയിലൊക്കെ. അപ്പോൾ അത്തരമൊരു ഡോക്യുമെൻ്ററിനെ കുറിച്ച് ആരും ഇന്നുവരെ എവിടെ എത്തിച്ചിട്ടില്ല. അത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മെസ്സേജ് എന്നൊരു പ്രൊജക്റ്റ്, ചെറിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ പ്രൊജക്റ്റ് ഏകദേശം ഇപ്പോൾ ഈ അടുത്ത മാസത്തോട് കൂടിയിട്ട് പ്രൊജക്റ്റ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രീകരണമൊക്കെ കാസർഗോഡ് വെച്ച് നടക്കും. കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വളരെയധികം സഹകരണം തന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചു. കേരള ഗവൺമെൻറ്റിൽ നിന്നും നല്ലൊരു സഹകരണമാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു മെസ്സേജ് കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജനങ്ങളിൽ നിന്ന് എൻഡോസൾഫാൻ ആ ദുരിതം അനുഭവിക്കുന്നവരെ പല സർക്കാരുകളും മാറി വന്ന് ഒരുപാട് കൊടുക്കാമെന്ന് പറയാതെ അവരിലെത്തുന്നില്ല. അവരിൽ ആരും ചെന്ന് നോക്കിയ കഥകളിൽ കരളയിപ്പിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ആ കഥകളെ വെളിച്ചത്തുകൊണ്ടുവരും എന്നുള്ളൊരു ചെറിയ മെസ്സേജ്, അത്രയേ ഉള്ളൂ. സർ, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. കുടുംബത്തെക്കുറിച്ച് കൂടെ ഞങ്ങൾക്കൊന്ന് പങ്കുവെക്കാമോ? കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണ്. ഭാര്യയുടെ പേര് ജമീല, കുട്ടിയുടെ പേര് 2 പെൺകുട്ടികളാണ്. ഒരാളുടെ പേര് ആസിയ, ഒരാളുടെ പേര് ഫാത്തിമ. അവർ വെക്കേഷൻ ടൈമിൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ 2 പേരും നല്ല സ്കൂൾ പഠിക്കുന്നുണ്ട്. നാട്ടിൽ തന്നെയാണ് സെല്ലിൽ പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടെ ഇതെൻ്റെ അനുജൻ അഷ്റഫ്, അവളുടെ മകൻ ഫമ്മു, അവളുടെ മകൾ അഫ്സീന, അത് അഹമ്മദ്, ഇത് യൂസഫ്, ഇത് മുഹമ്മദ് ഹനീഫ. ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. സർ, താങ്കളുടെ ഇത്രയും കാലത്തെ ബിസിനസ് പരിചയവും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം വെച്ചുകൊണ്ട് ഗൾഫ് സ്കെച്ചിൻ്റെ മലയാളി പ്രേക്ഷകർക്കായി താങ്കളുടെ എന്ത് സന്ദേശമാണ് കൈമാറാനുള്ളത്? ഈ മണ്ണ്, ഈ ഗൾഫിൻ്റെ മണ്ണ് ഇത് വല്ലാത്തൊരു മണ്ണാണ്. ഇവിടെ ചതിക്കുകൾ ഒരുപാടുണ്ട്. ചിലയാളെ തളർത്തിക്കളിയും, ചിലയാൾ ഉയരങ്ങളിൽ വരെ എത്തും. ഉയരങ്ങളിലെത്തിയവർ തളർന്ന് വീണിട്ടുമുണ്ട്. ഈ ഗൾഫിൻ്റെ മണ്ണുകൊണ്ട് ഒരുപാട് പാവങ്ങൾ, ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ണ് നമ്മൾ അഹങ്കരിക്കുകയും ചെയ്യരുത്, ഈ മണ്ണ് നമ്മൾ ചതിക്കുകയും ചെയ്യരുത്. ഈ ഗൾഫിലെ മണ്ണ് നമ്മൾ ഒരിക്കലും ചതിക്കില്ല. അതൊരു മെസ്സേജ് മാത്രമേ കൊടുക്കൂ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച ശ്രീ അഹമ്മദ് തൂനേരിക്ക് എല്ലാവിധ വിജയാശംസകളും ഭാവുകങ്ങളും. സർ, നന്ദി, നമസ്കാരം. ഗൾഫ് സ്കെച്ചിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും 1000
നന്ദി രേഖപ്പെടുത്തുന്നു. നസീം അൽ റബീഖ് ഗേൾസ് സ്കെച്ചിൻ്റെ അടുത്ത സെഗ്മെൻ്റായ ഹെൽത്ത് സ്കാനിൽ ഡയബറ്റിസ് എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് നസീം അൽ റബീഖ് ഹോസ്പിറ്റലിലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായ ഡോക്ടർ ദീപക് ചന്ദ്രമോഹനാണ്. ഡോക്ടർ ദീപക് ചന്ദ്രമോഹനെ നമുക്ക് ഗേൾസ് സ്കെച്ചിൻ്റെ ഹെൽത്ത് സ്കാൻ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. WHO പുറത്തുവിട്ട ഡേറ്റ അനുസരിച്ച് 2010 ലോകത്തിൽ ഏകദേശം 30 മില്യൺ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെന്നാണ്. അതേ പോപ്പുലേഷൻ 2025 ആകുമ്പോൾ ഏകദേശം അത് 74 മില്യനായിട്ട് കൂടും. ഓവറോൾ സൗത്ത് ഏഷ്യൻസിൽ ഇതിനുള്ള സസെപ്റ്റബിൾ ആയിട്ടുള്ള ജീൻസ് കൂടുതൽ കാണുന്നതുകൊണ്ടാണ് ഏർലി ഏജിൽ തന്നെ ഡയബറ്റിസ് ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ എല്ലാം ഇത് വരാൻ കണ്ടുവന്നിരിക്കുന്നത്. കൂടുതലായിട്ട് ഖത്തറിൽ മലയാളികളുടെ ഇടയിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും. ഇന്നിപ്പോൾ നമ്മളുടെ ഇടയിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് ഈ ഒരു അസുഖം കൊണ്ട് രോഗബാധ്യസ്ഥരാണ്. ഡയബറ്റിസ് നമ്മളുടെ പോപ്പുലേഷനിൽ എങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതലും സ്ത്രീകളിൽ 25 വയസ്സിന് ശേഷം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡയബറ്റിസ് ചെക്ക് ചെയ്യണം. ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻടോളറൻസ് ലെവലിലാണോ അതോ കൂടുതൽ ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയ ലെവലിലോട്ടാണ് പോയിരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിസിഷ്യനെ കണ്ട് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ എടുക്കണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം 25 ഇയേഴ്സിന് ശേഷം ലൈഫ് സ്റ്റൈൽ കൺട്രോൾ തീർച്ചയായിട്ടും വേണം. നമ്മൾ ഡയബറ്റിസ് ചെക്ക് വൺസ് എ ഇയർ എങ്കിലും തീർച്ചയായിട്ടും വേണം. അതൊരു നല്ലൊരു ഫിസിഷ്യനെ തന്നെ കണ്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഡയബറ്റീസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അമിതമായിട്ടുള്ള സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല. ഹൈ കാലറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സസൈസ് റെഗുലറായിട്ട് വേണം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താലേ ഡയബറ്റീസ് വരാതിരിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കപ്പെട്ടത് തന്നെയാണ്. ലൈഫ് ലോങ് മൊത്തം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നമുക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് എക്സസൈസോ അല്ലെങ്കിൽ ഇനിയും ഫുഡ് കൺട്രോൾ ചെയ്താൽ അത് ദൂരയിലോട്ട് പോകാൻ സാധ്യതയില്ല. മെറ്റബോളിസം നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വരുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതിലും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രിവെൻഷനാണ് ഡയബറ്റീസിനെ നമുക്ക് വരുത്താതിരിക്കാനായിട്ട് പറ്റുന്നത്. എങ്ങനെ ഡയബറ്റീസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? ഒന്ന്, റെഗുലറായിട്ട് ഒരു 40 മിനിറ്റ്സ് എങ്കിലും ഡെയിലി ഒരു എക്സസൈസ് വേണം. ബോഡി ഒന്ന് അനക്കം കിട്ടണം. രണ്ടാമത്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഒരിടത്ത് തന്നെ ഇരുന്നുള്ള ജോലികളാണ് പലർക്കും ഗൾഫിലുള്ളത്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് റെഗുലർ എക്സസൈസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നീട് കാലറി അനുസരിച്ച് നമ്മൾ ഫുഡ് നോക്കി കഴിക്കണം. വിശപ്പില്ലെങ്കിൽ ഫുഡ് കഴിക്കരുത്. ആവശ്യത്തിനനുസരിച്ചേ കഴിക്കാവുള്ളൂ. എത്ര ഫുഡ് കഴിച്ചാലും കുറച്ച് വിശപ്പ് ബാക്കിയിട്ടിട്ട് ഒരു മീല് കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ച് അമിതമായിട്ടുള്ള കാലറീസിൻ്റെ ഓവർലോഡിങ് ബോഡിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. 25 വയസ്സിന് ശേഷം റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് വേണം. അത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ബാക്കി മറ്റു രോഗങ്ങളും എല്ലാം റെഗുലറായിട്ടൊരു ക്വാളിഫൈഡ് ഫിസിഷ്യനെ തന്നെ കണ്ട് അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻ മെറ്റീരിയൽസ് നോക്കണം. രോഗമൊന്നും വരാതെ എല്ലാവർക്കും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നൽകട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുന്നു. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഖ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഖ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. ഗൾഫ് സ്കെച്ചിന്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കുന്ന സമ്മാന പദ്ധതി. സമ്മാനം നേടുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇനി പറയുന്ന ചോദ്യത്തിന് ശരിയുത്തരം അറിയുമെങ്കിൽ ഇമെയിൽ വഴി അത് ഞങ്ങളെ അറിയിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഖത്തറിലെ പ്രമുഖ ടെക്നോളജി കമ്പനിയായ ആർഗോൺ ഗ്ലോബൽ നൽകുന്ന ഒരു മൊബൈൽ ഫോണാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഇന്നത്തെ ചോദ്യം: മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡിൻ്റെ നിർമ്മാതാക്കൾ ആര്? ശരിയുത്തരം അറിയുന്നവർ quiz@girlsketch.com എന്ന ഇമെയിലിലേക്ക് മെയിൽ ചെയ്യുക.
നെക്സ്റ്റ് വീക്ക് മറ്റൊരു ചോദ്യവുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ആമിന സൈനിങ് ഓഫ്. ഗൾഫ് സ്കെച്ചിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അടുത്ത ആഴ്ച ഖത്തറിലെ പുതിയ വിശേഷങ്ങളും അനുഭവങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാനെത്തും. അതുവരേക്കും ഇറ്റ്സ് മീ രമ്യ സൈനിങ് ഓഫ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.